ഞമനങ്ങാട് പ്രകാശ് ലൈബ്രറി ആർട്സ് ആൻഡ് ഗെയിംസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ക്ലബ് പ്രസിഡന്റ് AK ജോൺ മാസ്റ്റർ പതാക ഉയർത്തി. അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞമനങ്ങാട് പ്രകാശ് ലൈബ്രറി ആർട്സ് ആൻഡ് ഗെയിംസ് ക്ലബ്ബ് 1970 രൂപീകരിച്ചത്. ഡോക്ടർ കണ്ടംപള്ളി ശ്രീനിവാസനായിരുന്നു പ്രഥമ പ്രസിഡന്റ്. 1970 ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ചുക്കാൻ പിടിച്ച AK ജോൺ മാസ്റ്റർ, EA മുഹമ്മദ് ഷറീഫ്, KS പ്രദീപ്, മജീദ് മാസ്റ്റർ എന്നിവർ ഇപ്പോഴും നേതൃനിരയിലുണ്ട്. കഴിഞ്ഞ 50 വർഷക്കാലമായി തൊഴിയൂർ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്ററായ AK ജോൺ മാഷാണ് പ്രസിഡന്റ് പദവി അലങ്കരിക്കുന്നത്. ഇത്തവണത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രമുഖ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് MA റൌഫ്, ക്ലബ് മുൻ ഭാരവാഹികളായ VK അബൂബക്കർ, VN സെബാസ്റ്റ്യൻ എന്നിവരെ ആദരിച്ചു. ക്ലബിൻ്റെ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏതാനും പേർക്കുള്ള സഹായധന വിതരണവും ഇതോടൊപ്പം നടന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീധരൻ മക്കാലിക്കൽ, ജോൺ മാസ്റ്റർ, പ്രദീപ് കണ്ടംപള്ളി, EA മുഹമ്മദ് അലി, റൌഫ് തുടങ്ങിയവർ സംസാരിച്ചു. MK മുഹമ്മദ് സിദ്ദീഖ് സ്വാഗതവും T കൃഷ്ണദാസ് നന്ദിയും പറഞ്ഞു. PK മുഹമ്മദ്, അക്ബർ കലാലയം എന്നിവർ നയിച്ച ഗാനാലാപനവും ഉണ്ടായിരുന്നു. വൈവിധ്യപൂർണമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ
ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനായും ഐശ്വര്യത്തിനായും പ്രാർത്ഥിക്കും. അനവധി തല്ലുള്ളി ചിലര് അതിന്റെ പേരിൽ മരിക്കുകയും ചെയ്തു. അനവധി പേര്, ആയിരക്കണക്കിന് പേര്. അപ്പൊ അവര് നമ്മൾ ഇപ്പോഴൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഏറ്റവും വലിയൊരു കാര്യം അതാണ്. ഈ സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി പ്രവർത്തിച്ച് മരിച്ചു പോയിട്ടുള്ള അനവധി പേരുണ്ട്. അപ്പൊ അവർക്ക് വരുന്ന ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സൗകര്യം നമുക്കുണ്ട്. അതിന്റെ ഒരു സെൽഫി ഒന്നും കേട്ടാ, വീഡിയോ സെൽഫി ഒരു ജെൻഡർ തിരിച്ചിട്ട് ആൺകുട്ടിക്ക് കുറെ പൈസ ചെലവാക്കാം, പെൺകുട്ടിക്ക് എന്തിനാ വല്ലവർ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ നാട്ടിൽ നിന്ന് പോകണം. ആക്ച്വലി നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ അത് ഇല്ലാത്തത് അല്ലെ. ഇപ്പൊ ഞങ്ങളെക്കാട്ട് ഇപ്പൊ കുറെ കുട്ടികളായി ഇപ്പൊ നന്നായിട്ട്. ഇപ്പൊ ഞങ്ങൾ സ്കൂളിലെ LS-ലൊക്കെ പഠിക്കുമ്പോ പറയാറുണ്ട്, കോട്ടപ്പടി സിസ്റ്റേഴ്സ് പറയണത് കേട്ടോ, അത് എത്രമാത്രം കോട്ടപ്പടി അങ്ങാടിയിലെ കുട്ടികൾ എന്നൊക്കെ അവരെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു കൊടുക്കാൻ അവർ നോക്കുക. ആ സമയം വൈലത്തൂരിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ ഭയങ്കര പഠിക്കുന്ന കുട്ടികളാണെന്ന് പറയാറുണ്ട്. അത് അന്ന് ഞങ്ങൾ പഠിക്കുന്ന കാലത്തെ പറയാറുണ്ട്. അപ്പൊ നമ്മളൊരു എഡ്യൂക്കേഷന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാ കുട്ടികളും എന്ത് കുട്ടിയായാലും അവരെ പഠിപ്പിക്കാൻ ക്ലാസ്സിറ്റായിട്ടും കാണിച്ച ആ ഒരു ഇത് ധൈര്യം ഉണ്ടല്ലോ. 3 കുട്ടികളായാലും അവർ എത്രത്തോളം പഠിക്കണമെങ്കിൽ പഠിക്കട്ടെ എന്ന് കാണിച്ച ഒരു ധൈര്യം ഉണ്ടല്ലോ. അതൊരു മാതൃകയാണ് നമ്മുടെ നാടിന്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ മോള് പഠിച്ച് നല്ല SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. വിശദാംശങ്ങളിലേക്ക്. ഞമനേങ്ങാട് പ്രകാശ് ലൈബ്രറി ആർട്സ് ആൻഡ് ഗെയിംസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് AK ജോൺ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ശ്രീധരൻ മാക്കാലിക്കൽ, EA മുഹമ്മദ് അലി, KS പ്രദീപ്, മജീദ് മാസ്റ്റർ, MK മുഹമ്മദ്, സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു.
അതിലേക്ക് വരാൻ സമയമില്ല. അപ്പോൾ പുതിയ തലമുറയെ നമുക്ക് ഇത്തരം ഈ പറഞ്ഞതുപോലെ അന്നൊക്കെ ഞങ്ങള് ക്ലബില് ഞാൻ നജീബും ഒക്കെ ഉള്ള ആ സമയത്ത് ക്ലബിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന പോയപ്പോൾ ഹാർമോണിയം പഠിപ്പിക്കാൻ ആളുകൾ അത് അല്ലെ അത് അതിന്റെ മുന്നിലാണ് ഞങ്ങളെ വരുമ്പോ അത് അതുപോലെ തന്നെ നാടകമൊക്കെ സംവിധാനം ചെയ്യാനുള്ള ആളുകളൊക്കെ
വെള്ളാങ്കല്ലിൻ ചില്ലും കൂടുന്നുണ്ടാക്കാം ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും എന്റെ പോരാട്ടം വാവേ വാവാച്ചി കുന്നിക്കുരുക്കുത്തിനുള്ളിൽ പറിച്ചിട്ട് പിന്നിക്കുരുക്കൊരു മാലത്തിട്ടാ തിങ്കൾക്കിടാവിന് തോളത്തെടുക്കുന്ന തങ്കക്കലമണി കൊണ്ടുതരാം ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ കണ്ണാം തുമ്പി പോരാമോ
സ്വരജരി പാടും പൈങ്കിളി ഓരോ ശ്രുതിക്കൂടിനുള്ളിൽ നിന്നു നീ തിരുവയ്യാറിൽ നിന്നോ തിരുവാർക്കോണിൽ നിന്നോ തിരുവിതാംകൂറിൽ നിന്നോ വന്നു നീ സ്വരജരി പാടും പൈങ്കിളി ഓരോ ശ്രുതിക്കൂടിനുള്ളിൽ നിന്നു നീ
പറഞ്ഞ പോലെ 55 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച പ്രകാശം, ആ പ്രകാശത്തിന് ഒരു മങ്ങലും ഏൽപ്പിക്കാതെ അന്നത്തെ ഭാരവാഹികളാണ് ഈ സ്റ്റേജിൽ നിരന്നിരിക്കുന്നത്. അത് വളരെ റയറായിട്ടുണ്ടാവുന്നൊരു കാര്യമാണ്. 55 വർഷം ഒരു കായിക ക്ലബ്ബ് ലൈബ്രറിയോടുകൂടി രൂപീകരിക്കുക, അതിനൊരു മങ്ങലും ഏൽക്കാതെ ഇത്രയും വർഷം എത്തി പുതിയ തലമുറയുടെ കലാകാരന്മാരെയും കായിക താരങ്ങളെയും സൃഷ്ടിച്ചെടുക്കുന്നതിനുള്ള ഒരു യാത്രയിൽ ഇപ്പോഴും അവർ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കലയ്ക്ക് ഒരിക്കലും മരണമില്ല എന്നുള്ള ഒരു തെളിവാണ്. പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, കലയുള്ളിടത്ത് കലാപം ഉണ്ടാവില്ല എന്ന്. ജോൺ മാഷ് തൊഴിൽ സ്കൂളിൽ എൻ്റെയും അധ്യാപകനായിരുന്നു. അന്ന് നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളെ പഠിപ്പിച്ചു വന്ന മാഷാണ്. ഇപ്പോൾ 88 വയസ്സായെന്നാണ് എൻ്റെ ധാരണ. ഇപ്പോഴും 8 വയസ്സുകാരനുള്ള ധാരണയല്ല പുള്ളിയിരിക്കുന്നത്. 8 വയസ്സായ കുട്ടികൾ പോലെ ഇപ്പോഴും വയലിൻ പഠിക്കാൻ പോകത്തില്ല. കുട്ടികളെ ഓട് ചെയ്തതിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണോ എന്നൊരു കുട്ടിയായി മാറുന്നത് എന്ന് വരെ ചിന്തിക്കും നമ്മളൊക്കെ. കാരണം അന്നത്തെ അധ്യാപകരെന്നൊക്കെ നമുക്ക് നല്ല ചുട്ടപ്പെട്ട കിട്ടാറുണ്ട്. നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് അവരടിക്കാറ്. മാഷും അത്ര വലിയ ദ്രോഹമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും തെറ്റ് കണ്ടാൽ അടിക്കും, പഠിച്ചില്ലെങ്കിലും അടിക്കും. പക്ഷേ ഇന്നത്തെ കുട്ടികളെ അങ്ങനെ ഒന്ന് വിരൽ ചൂണ്ടി സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു ഗുരുശിഷ്യ ബന്ധത്തിലൂടെയാണ് നമ്മുടെ കുഞ്ഞുമക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ളവരാരും അങ്ങനെയെന്ന് ധരിക്കരുത്. പക്ഷേ നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഗുരുവും ശിഷ്യനുമായുള്ള ബന്ധം എവിടെ പോയി മറഞ്ഞു എന്ന് തോന്നിപ്പോകും. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്ന അതല്ല. മാഷയ്ക്ക് അടി കിട്ടിയാലും അത് ഒളിപ്പിച്ച് വെച്ചാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകാറ്. കാരണം അടിയുടെ പാട് വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അന്ന് അടി കിട്ടി, മാഷ്ട കയ്യിൽ അടി കിട്ടി എന്ന് അച്ഛനോ അമ്മയോ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെ അമ്മയുടെ വകയാണ് അടി. ഇന്ന് നേരെ തിരിച്ചാണ്. മാഷു നിന്ന് തല്ലിയോ, ആഹാ എന്നാ വാ ചോദിക്കാം, മാഷോട് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞ് കുട്ടിയുടെ കയ്യും പിടിച്ച് മാതേക്കിച്ചാണ് മാഷ് വേണമെങ്കിൽ കേസ് കൊടുത്താൽ. ഇപ്പം നാളെ കുട്ടി പറയുന്നുണ്ട്, പുറത്തിറങ്ങിയ നിന്നെ ഞാൻ തീർത്ത് കളയോടാ, എൻ്റെ സ്വഭാവം നിനക്ക് അറിയില്ല എന്ന് ഒരു കൊച്ചു പയ്യൻ ഒരു പ്രധാന അധ്യാപകനോട് മുഖത്ത് നോക്കി പറയാമെന്ന് പറയുമ്പോൾ ഏത് കാലഘട്ടത്തിലൂടെ നമ്മൾ ചെറുപ്പക്കാർ പോകുന്നത് അല്ലേ മാഷെ? നമ്മുടെ മക്കളൊന്നും അങ്ങനെയല്ല കേട്ടോ. അങ്ങനെ ആവാതിരിക്കട്ടെ. രക്ഷിതാക്കളും ശ്രദ്ധിക്കുക, മക്കളെ ശ്രദ്ധിക്കുക. അവരുടെ അവരുടെ ഉള്ളിൽ ദൈവം നേരിട്ട് ശിരസിൽ ചാർത്തി കൊടുത്ത ആ കലയും കായികവും ഒക്കെ പരിപോഷിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുക. അങ്ങനെ നാടിനും വീട്ടുകാർക്കും നന്മയുള്ള മക്കളായി തീരാൻ, അവർ സമ്പത്തുണ്ടാക്കിയില്ലെങ്കിലും നന്മയുള്ള നാടിനും വീട്ടുകാർക്കും നന്മയുള്ള മക്കളായി തീരാൻ രക്ഷിതാക്കളുടെ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. പലതരത്തിൽ നിങ്ങൾ മക്കളെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാനുള്ള ഒരുപാട് വഴികൾ തുറന്നു വെച്ച് കഴുകന്മാരെ പോലെ കുരുത്തി വെച്ച് മീൻ പിടിക്കാനുള്ള കുരുത്തി വെച്ച് കാത്തിരിക്കുന്ന പോലെ കുട്ടികളെ കാത്തിരിക്കുന്ന ഒരു വല്ലാത്തൊരു മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പം നമ്മുടെ കുട്ടികളെയൊക്കെ ആ ട്രാക്കിലേക്ക്, അവരുടെ കുരുത്തിയിലേക്ക് കയറ്റി വിടാതെ നേരെ ഉള്ള മാർഗത്തിലൂടെ കയറ്റി വിടാൻ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അമ്മമാരും അച്ഛന്മാരുമാണ്. രണ്ടാമതോ മൂന്നാമതോ ഒക്കെയാണ് അധ്യാപകർ. കാരണം അധ്യാപകരുടെ കയ്യിലൊക്കെ അവർ കിട്ടുന്നത് വളരെ കുറച്ച് സമയമാണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു ഗുരു ശിഷ്യൻ എന്നുള്ള ബന്ധമൊന്നും ഇപ്പോൾ ഇല്ല. വേണമെങ്കിൽ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ശമ്പളത്തിലൊന്നും ഒരു പൈസ പോലും കുറയില്ല, നീ വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്ന് കരുതുന്ന അധ്യാപകരാണ്
കാര്യമില്ല. കുട്ടികളും അവരോട് അങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ്. ഇതുപോലെയുള്ള പ്രകാശം പരത്തുന്ന പ്രകാശ് ക്ലബിലൂടെ നിങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതം പ്രകാശപൂരിതമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ മത്സര ഇനങ്ങളിൽ പങ്കെടുത്ത എല്ലാ കുരുന്ന പ്രതിഭകൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഇതിൽ വിജയിച്ച കുട്ടികൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ, വിജയിക്കാത്തവർക്കും അഭിനന്ദനങ്ങൾ. കാരണം ഇതൊക്കെ ഒരു മത്സരമാണ്. ഒന്നാമത് രണ്ടാമത് കണ്ടെത്തുക എന്നുള്ളതാണ്. എല്ലാവരും നല്ല കലാകാരന്മാരും കലാകാരികൾ തന്നെയാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഒരു റിഹേഴ്സൽ ക്യാമ്പിൽ നിന്നാണ് വരുന്നത്. ഞാൻ വരാൻ സാധ്യതയില്ലായിരുന്നു. അപ്പോൾ വണ്ടിയായിട്ട് വന്ന് എന്നെ പിടിച്ച് കൊണ്ടുവരികയാണ് ചെയ്തത് ശ്രീധരൻ. അപ്പോൾ അതുകൊണ്ട് മാത്രം വന്നതാണ്. എന്നെ ഉടനെ തന്നെ പോകാൻ അനുവദിക്കണം. ഒരു 20-22 പേരോളം എന്നെ കാത്തിരിക്കുകയാണ് വീട്ടിൽ ഒരു നാടകത്തിൻ്റെ റിഹേഴ്സലിന് വേണ്ടിയിട്ട്. എല്ലാവർക്കും എല്ലാവിധ നന്മയും നിറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജോലിക്ക് പോകണം. കൃഷി 6 മാസം ഉണ്ടാവും. തണുപ്പ് തുടക്കം പിന്നെ പച്ചക്കറി കൃഷി പിന്നെ എല്ലാ ഫ്രൂട്ട്സും പച്ചക്കറി കൃഷി എല്ലാ കൃഷികളും ഉണ്ടാവാറുണ്ട്. എല്ലാ ഫ്രൂട്ട്സും മുന്തിരി ആപ്പിൾ. നമ്മളെ പരിപാടി ഒന്നായില്ല. ഇവിടുത്തെ ഈ എഡ്ജൊന്ന് ശരിയാക്കണം. അടുത്ത പരിപാടി ഇതിൽ നന്നാവും. അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കും. Proceed.